ക്ലാസിക് UHF മൈക്കിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഹെയ്ഡൻ എന്ന കമ്പനിയുടെ ഡ്യുവൽ മൈക്കാണ്. 2 മൈക്കും ഒരു സിംഗിൾ റിസീവറുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതാണ് റിസീവർ. നമുക്ക് ആദ്യം ഇതിൻ്റെ റിസീവർ ഒന്ന് പരിചയപ്പെടാം. റിസീവർ ഒരു ലിഥിയം റീചാർജബിൾ ബാറ്ററി ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിനകത്തുള്ള ബാറ്ററി. .7 വോൾട്ട് 6800 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ബാറ്ററി റീചാർജബിൾ ആണ്. നമുക്ക് ഇതൊരു ഫുൾ ചാർജ് ഒരു 6 മണിക്കൂർ ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. 6 മണിക്കൂർ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു കൊല്ലമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരും. ഓൺ ആക്കുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്റർ. പിന്നെ ഓരോ മൈക്ക് കണക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കും. ഒരു റെഡും ഒരു ഗ്രീൻ LED ആണ്. ഒരു മൈക്ക് കണക്ട് ആകുമ്പോൾ ഗ്രീനും, ഒന്ന് കണക്ട് ആകുമ്പോൾ റെഡും കത്തും. അതേപോലെ ഇത് നമ്മൾ മൈക്രോ USB ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഡാറ്റ കേബിൾ വെച്ച് നമ്മൾ ജസ്റ്റ് ചാർജിങ് ഒന്ന് കാണിക്കാം. നമ്മൾ മൈക്രോ USB ഒന്ന് കുത്തുകയാണ്. എന്താ ഇവിടെ ഒരു റെഡ് LED കത്തും. ചാർജ് ഫുള്ളാകുമ്പോൾ ഈ LED ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. നമുക്ക് വേണമെങ്കിൽ ചാർജർ കുത്തിയിട്ടുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ റിസീവറിനെ സംബന്ധിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് എൻ്റെ റിസീവർ. ഇനി നമുക്ക് മൈക്കൊന്ന് നോക്കാം. ഇതാണ് മൈക്ക്. നമ്മൾ AA സൈസ് 2 ബാറ്ററിയാണ് പവർ ചെയ്യുന്നത്. 2 ബാറ്ററി ഉപയോഗിച്ചാൽ നമുക്കൊരു 6-7 മണിക്കൂർ. നോർമൽ ബാറ്ററി ആണെങ്കിൽ 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. അതേസമയം നമ്മൾ ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂർ 10 മണിക്കൂറിനടുത്ത് നമുക്ക് പവർ ചെയ്യാൻ പറ്റും. അത് ഒറ്റ ബാറ്ററിയിൽ. ഇതിനകത്ത് ഡബിൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. AA ബാറ്ററി 2 ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അതിൻ്റെ പവർ അടയ്ക്കുക. ജസ്റ്റ് പവർ സ്വിച്ച് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇവിടെ തന്നെ ഓണാവും. നമ്മൾ റിസീവർ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസീവർ ഇപ്പം മുകളിൽ റെഡ് ലൈറ്റ് കത്തി. അപ്പം ഈ മൈക്ക് പെയറായിട്ട് കത്തുന്നതാണ്. അപ്പോൾ ഈ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യും. മൈക്ക് ഓഫ് ചെയ്ത് റെഡാണ്. നമുക്ക് അടുത്ത ഒന്നുകൂടെ ഇന്ന് ഓണാക്കാം. അപ്പോൾ നമ്മൾ പെയറാവുന്നുണ്ട്. റെഡ് ലൈറ്റ് കത്തി മൈക്ക് റിസീവറായിട്ട് പെയറായിട്ടുണ്ട്. ഈ മൈക്ക് ഓഫ് ചെയ്യുക. അടുത്ത മൈക്കിനകത്ത് ബാറ്ററി ഇട്ടുന്നുണ്ട്. അടുത്ത മൈക്കിൽ നമ്മൾ 2 ബാറ്ററി ഇടണം. നോർമൽ ബാറ്ററിയാണ്. ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഇരട്ടി കിട്ടും. ഞാനുണ്ട് ഈ മൈക്ക് ഓൺ ആക്കുകയാണ്. എന്നുണ്ട് ഈ റിസീവർ ഓൺ ആയിരിക്കുമ്പോഴാണ് ബ്ലൂ ലൈറ്റ് കത്തുന്നത്. റിസീവർ ഓൺ പൊസിഷനിലാണ്. മൈക്ക് ഓൺ ആക്കുകയാണ്. മൈക്ക് ഓണായി. മൈക്ക് കണക്റ്റായി. ഗ്രീൻ LED ബ്ലിങ്കായി. നമുക്ക് 2 മൈക്കൂടെ ഒരു സമയം ഓണാക്കി അടുത്ത് ഈ മൈക്കൂടെ ഓണാക്കണം. ഈ മൈക്ക് ഓണാക്കിയത് നമ്മുടെ ഗ്രീനും റെഡും 2 ലൈറ്റ് കത്തുന്നുണ്ട്. വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. 2 ലൈറ്റ് കത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. നമുക്ക് ഇതിനെ ഒരു മിക്സറിൽ കണക്ട് ചെയ്ത് ഒന്ന് പ്രവർത്തിപ്പിച്ചു. ഇത് നമ്മുടെ മൈക്കിൻ്റെ കൂടെ വരുന്ന ഒരു ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മൈക്ക് ഏതെങ്കിലും ഫ്ലാറ്റായ സർഫസിലായിരിക്കുമല്ലോ നമ്മൾ ഇത് വെക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് ഊരിൻ്റെ താഴെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും. പിന്നെ ഫോൾഡ് ചെയ്യാനൊരു സപ്പോർട്ടാണ്. പിന്നെ ഈ മൈക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ബോഡിയാണ്. നല്ല സൂപ്പർ പിക്കപ്പുള്ള മൈക്കാണ്. കരോക്കെ പാടാനും അതേപോലെ പ്രോഗ്രാംസിനും എല്ലാത്തിനും നല്ലൊരു മൈക്കാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. മെറ്റാലിക് ബോഡിയാണ്. നല്ല സ്ട്രോങ് മൈക്കാണ്. നല്ല സൗണ്ട് പിക്കപ്പും എല്ലാം അത്യാവശ്യമല്ല നല്ല മൈക്ക് തന്നെ. നല്ല കമ്പനി
മൈക്കെന്ന് നമുക്ക് പറയാം. എല്ലാ പരിപാടിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ്. അപ്പോൾ നമ്മൾ ഇത് റിസീവർ നമുക്ക് ആദ്യം മിക്സറിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചാനലാണ് എടുത്തേക്കുന്നത്. ഒന്നാമത്തെ ചാനൽ നമ്മൾ മിക്സർ കണക്ട് ചെയ്ത് മിക്സറിൻ്റെ പവർ ഓൺ ആക്കണം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. മിക്സറിൻ്റെ പവർ ഓൺ ആണ്. അതിനുശേഷം നമ്മൾ ഗെയിന് സെറ്റ് ചെയ്തു. ഗെയിന് ഞാൻ തുറന്ന് വെച്ചു. ഗെയിൻ തുറന്ന് EQ സെറ്റ് ചെയ്യാണ്. EQ എല്ലാം മിഡിൽ വെച്ചേക്കാണ്. പിന്നെ മ്യൂട്ട് എടുത്തു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മെയിൻ ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മൈക്ക് ഓൺ ആക്കാം. ഒരു മൈക്ക് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഫേഡർ തുറന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ഫേഡർ ഫുള്ള് തുറന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മൈക്കിൻ്റെ സെറ്റപ്പ്. മിക്സറി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇത് UHF മൈക്കാണ്. നമുക്കൊരു ഏകദേശം 50 മീറ്ററോളം റേഞ്ച് കിട്ടും. ഇത് ഏകദേശം 3000 രൂപയ്ക്കകത്ത് വിലയുള്ള ഡ്യുവൽ മൈക്കാണ്. അത് നമുക്ക് ഒരു സിംഗിൾ റിസീവറാണ്. സിംഗിൾ റിസീവറിലേക്ക് 2 മൈക്കാണ് ഒരുമിച്ച് കണക്ട് ചെയ്യും. നമുക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രാമിന് പിന്നെ ചെറിയ കരോക്കെ പരിപാടിക്കും എല്ലാത്തിനും നല്ല ക്വാളിറ്റികളായിരുന്നു. നല്ല മൈക്കാണ്. നല്ല സൗണ്ട് ക്ലാരിറ്റി, പിന്നെ എന്താ പറയുക, ഈ ബഡ്ജറ്റിന് നമുക്ക് കിട്ടുന്നത് വെച്ച് ഏറ്റവും നല്ലൊരു മൈക്കാണ്. അപ്പം നമുക്കിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോഡ്ലെസ് മൈക്കാണ്. റിസീവർ ആയാലും വയർലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന റിസീവർ നമുക്ക് മറ്റേ ചാർജർ കുത്തിക്കൊണ്ട് തന്നെ ലൈവായിട്ട് നമുക്ക് ഉപയോഗിക്കാം മിക്സറിനകത്ത് കണക്ട് ചെയ്ത്. അതുകൊണ്ട് പവർ പോയി റിസീവർ പവർ പോയി ഓഫ് ആകുമെന്നുള്ള പേടി നമുക്ക് വേണ്ട. പിന്നെ അതേപോലെ തന്നെ മൈക്കായാലും നല്ല ക്വാളിറ്റി മൈക്കാണ്. നല്ല വെയിറ്റും മെറ്റാലിക് ബോഡി എല്ലാം കൊണ്ടും സൂപ്പർ മൈക്കാണ്. 2 മൈക്ക് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് 2 മൈക്ക് നമുക്ക് 2 നല്ല മൈക്ക് വാങ്ങിക്കുന്ന വിലയാവുന്നുള്ള ഒരു UHF മൈക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നല്ല ഡ്യുവൽ മൈക്കാണ്. പിന്നെ എന്താ 50 മീറ്റർ റേഞ്ചോളം നമുക്ക് കിട്ടും. UHF ആയതുകൊണ്ട് തന്നെ നമുക്ക് 50 മീറ്ററോളം റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു മൈക്ക് തിരയുന്നവർക്ക് ഈ മൈക്ക് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പം ഇതെല്ലാം ഈ വീഡിയോ കാണുന്നവർക്ക് ഇതെല്ലാം ഒരു ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു പ്രൊഫഷണൽ മൈക്ക് വാങ്ങിക്കാം. വീട്ടിൽ കരോക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമുക്കിത് മിക്സറിൽ മാത്രമല്ല, നമുക്ക് വീട്ടിൽ ഹോം തിയേറ്ററിലോ എന്തിലോ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കരോക്കെ സിസ്റ്റങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പ്രൊഫഷണൽ യൂസിനും ഹോം യൂസിനും എല്ലാം പറ്റിയ ഒരു മൈക്കാണ്. ആവശ്യമുള്ളവർ ആമസോണിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്കൊരു 3000 രൂപ ബഡ്ജറ്റിന് നല്ല ഡ്യുവൽ മൈക്ക് കിട്ടും. അപ്പം 2 പേർക്ക് ഒരുമിച്ച് പാടാനോ സംസാരിക്കാനോ എന്താവശ്യങ്ങൾക്കും ഒരു ചെറിയ വർക്കിന് എല്ലാത്തിനും പറ്റിയ ഒരു സെറ്റപ്പാണ്. ഡ്യുവൽ മൈക്ക്, സിംഗിൾ റിസീവർ. അപ്പോൾ ഇത് നമ്മൾ ആൽക്കലൈൻ ബാറ്ററി യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു 10 മണിക്കൂറോളം നമുക്ക് ബാക്കപ്പ് കിട്ടും. നോർമൽ ബാറ്ററിയിൽ ഒരു 5 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും കിട്ടും, പുതിയ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ.